കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് പോലീസ് ഷിംജിത മുസ്തഫ എന്ന് പറയുന്ന ഈ സമൂഹ മാധ്യമങ്ങളിൽ ഒരു അധിക്ഷേപ തരത്തിൽ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന തരത്തിൽ ഒരു വീഡിയോ ദീപക് എന്ന കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത ആൾക്കെതിരെ വീഡിയോ പബ്ലിഷ് ചെയ്തതിന്റെ പേരിൽ ഷിംജിത മുസ്തഫ എന്ന ആ കേസിലാണ് ആത്മഹത്യാ പ്രേരണ കുറ്റമടക്കം ചുമത്തി പോലീസ് എടുത്ത കേസിലാണ് ഇപ്പോൾ ഷിംജിത മുസ്തഫ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഇവർ കേസെടുത്തതിന് പിന്നാലെ തന്നെ ഒളിവിൽ പോകുകയായിരുന്നു. അതിനുശേഷം വിദേശത്തടക്കം കടന്നു എന്ന തരത്തിലുള്ള വാർത്തകളും വിവരങ്ങളും ഒക്കെ തന്നെ പ്രചരിച്ചിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ വടകരയിലെ ബന്ധുവീട്ടിൽ നിന്ന് ഷിംജിത മുസ്തഫയെ മെഡിക്കൽ കോളേജ് പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇനി അല്പസമയം മുമ്പ് അല്ലെങ്കിൽ അല്പസമയത്തിന് ശേഷം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി ബാക്കി നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് അവിടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനോ അതല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ACPയുടെ ഓഫീസിലെത്തിക്കാനോ ആയിരിക്കും പോലീസിന്റെ അടുത്ത നീക്കമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഷിംജിത മുസ്തഫ ഇന്ന് രാവിലെ തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന് ഏതെങ്കിലും തരത്തിലുള്ള ആളുകളുടെ പ്രതിഷേധങ്ങളൊക്കെ തന്നെ പോലീസ് കണക്കിലെടുക്കുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും സുരക്ഷാ വീഴ്ച ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അതീവ രഹസ്യമായ ഒരു നീക്കമാണ് പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്നത്. വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിടാതെ പോലീസ് നടത്തിയ നീക്കത്തിനൊടുവിലാണ് ഇങ്ങനെ വടകരയിലെ ബന്ധുവീട്ടിൽ നിന്ന് ഷിംജിത മുസ്തഫയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്.